അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എൻ്റെ ഒന്ന് വീട് പരിചയപ്പെടുത്താൻ വിചാരിച്ചു. നേരെ റോഡാട്ടോ, വീടിൻ്റെ ഉമ്മറത്ത് തന്നെ. പിന്നെ നമ്മൾ പടിയൊക്കെ തുറന്ന് ചെറിയ വീടിൻ്റെ ഒരു മുൻവശമാണ് കേട്ടോ ഈ കാണുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് വീട്ടിലെ അപ്പൻ്റെയും അമ്മേൻ്റെയും മുറിയാണ് കേട്ടോ. ഒരു ചെറിയൊരു കട്ടിലുണ്ട്, ഒരു മേശയുണ്ട്, ഒരു അലമാര, പിന്നെ വന്നിട്ട് ഒരു ടേബിൾ ഫാനും കേട്ടോ. അങ്ങനെ അടങ്ങുന്ന ഒരു ചെറിയ മുറി. അത് കഴിഞ്ഞിട്ട് നേരെ ഇത് വന്നിട്ട് നമ്മുടെ ഒരു മിഷ്യൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കുട്ടികളെ കലാപരിപാടികളാണ് കാണുന്നത്. പിന്നെ ഒരു അലമാരയും ഒരു കിടക്കി ഇങ്ങനെ ചാരി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ പിന്നെ ഇടാൻ സൗകര്യമില്ല. അതിന് നേരെ വന്ന ഞങ്ങളുടെ മുറിയാണ് കേട്ടോ. അവിടെ ഇതൊരു ഫാനുണ്ട്, ഒരു ടേബിൾ ഫാനുണ്ട്, കട്ടിൽ, പിന്നെ നമ്മുടെ കുട്ടീസിൻ്റെയൊക്കെ ഡ്രസ്സ് വെക്കുന്ന കൊട്ട കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അലമാര വയ്ക്കാനുള്ള സൗകര്യങ്ങളില്ല കേട്ടോ. ചെറിയ മുറി തന്നെയാണ് ഈ കാണുന്നതും. പിന്നെ വന്നിട്ട് എൻ്റെ ഡ്രസ്സൊക്കെ വന്നിട്ട് ഇത് അവിടെ ഒരു അഴ കെട്ടിയിട്ടുണ്ട്, അവിടെയാണ് തുണി അലക്കുന്നത്. പിന്നെ നമ്മൾ നേരെ വരുമ്പോൾ അടുക്കളയാണ്. അവിടെ ഒരു 2 ഷെൽഫ് ചെയ്തിട്ടുണ്ട്, നമ്മൾ അത്യാവശ്യ സാധനങ്ങളൊക്കെ വെക്കാൻ. ഒരു ഫ്രിഡ്ജുണ്ട്, പിന്നെ മേശയിൽ നമുക്ക് ആഹാരമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു മേശയുണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ അടുപ്പിൽ നമ്മൾ ഭക്ഷണം വെക്കില്ല കേട്ടോ, ഉള്ളിലേക്ക് പുകയൊക്കെ പോവും. അപ്പോൾ അത്യാവശ്യം വേണ്ട നമുക്ക് കറി വയ്ക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ആ ഷെൽഫിൽ വെച്ചിട്ടുണ്ട്. ഗ്യാസ്, പാത്രങ്ങൾ വെക്കാനുള്ള ഒരു സ്റ്റാൻഡ്. പിന്നെ നേരെ ബാക്കിലോട്ട് പോയാൽ ഇവിടെയാണ് നമ്മൾ മഴക്കാലമായാലും അടുപ്പ് കത്തിക്കും കേട്ടോ. വെള്ളം അതുപോലെ തന്നെ ചോറുമാണ് നമ്മൾ അതിൽ വെക്കുക. കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിക്കുന്നത് നമ്മൾ പുറമേ ഉള്ള അടുപ്പിലാണ്. പിന്നെ മഴക്കാലം ആയത് അവിടെ വെച്ചിട്ടാണ് ഞാൻ പാത്രമൊക്കെ കഴുകുക. വെള്ളം പിടിച്ച് വെച്ചിട്ടുണ്ട്, നല്ല വെള്ളമൊക്കെ പൈപ്പിൽ എപ്പോഴും നമുക്ക് വെള്ളമൊക്കെ വരും കേട്ടോ. അതൊക്കെ ഞാൻ കുടത്തിലൊക്കെ പിടിച്ച് വയ്ക്കും. ബാത്റൂം 2. പിന്നെ വന്നിട്ട് പുറമേ അവിടെയാണ് ഞാൻ വേനൽക്കാലത്ത് പാത്രം കഴുകുക. ഈ കാണുന്നവിടെയാണ് വേനൽക്കാലത്ത് നമ്മുടെ അടുപ്പ്. മഴക്കാലം അത് ഷീറ്റൊക്കെ ഇട്ട് കവർ ചെയ്ത് നനയാത്ത രീതിയിൽ വെക്കും കേട്ടോ. അപ്പോൾ ഉള്ളിലേക്ക് അധികം പുകയൊന്നും പോവാണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് കത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ ഇവിടെ ഓലയായിരുന്നു, അപ്പോൾ മഴ പെയ്തപ്പോൾ നമ്മൾ ടാർപ്പായൊക്കെ വെച്ച് കെട്ടിയതാണ് കേട്ടോ. അങ്ങനെ നേരെ ബാക്കിലോട്ട് പോയാൽ നേരെ കാണുന്നത് വിറക് വരാം കേട്ടോ. വിറകൊക്കെ നനയാണ്ടൊക്കെ വെച്ച് സെറ്റാക്കി വെക്കും. പിന്നെ ഇവിടെ വന്നിട്ട് അലക്കുകല്ല്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കൊച്ചു സ്വർഗ്ഗം കേട്ടോ. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ ഒരു കൊച്ചു വീഡിയോ. എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അറിയില്ല, എന്നാലും കുറച്ച് പേര് ചോദിച്ചു നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമോ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്പീഡായ ഒരു വീഡിയോ ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി ചെയ്തത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കാരണമാണ് എനിക്കൊരു ആത്മധൈര്യം മുന്നോട്ട് പോകാനുള്ള ഒരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് കുറച്ച് പേരിൻ്റെ സപ്പോർട്ട് കൊണ്ടാട്ടോ. അപ്പോൾ മുന്നോട്ടും ഈ സപ്പോർട്ട് തുടർന്നും വേണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്കും അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ കൂടി ഹെൽപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ ഗൈസ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ മുന്നുള്ള വീഡിയോസും കൂടി നോക്കുക, എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്.